കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ചെരുപ്പ് ഇടണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. കോട്ടയം ജില്ലയിലെ ഒരു പ്രമുഖ നേതാവും വിദ്യാഭ്യാസ വിദഗ്ധനുമായ വ്യക്തി കാർ ഡ്രൈവ് ചെയ്യാൻ എടുത്തപ്പോൾ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിയോഗം പത്രങ്ങളിൽ വാർത്തയായിട്ട് നിങ്ങൾ വായിച്ചിരിക്കും. അപ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ അപകടത്തിൻ്റെ കാരണം അതാണ് ഇവിടെ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതായത് അദ്ദേഹം കാർ സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുത്തപ്പോൾ കാലിലെ ഷൂ ബ്രേക്കിനും ആക്സിലറേറ്ററിനും ഇടയിൽ കുടുങ്ങിയതിനാൽ ആക്സിലറേറ്റർ പെഡൽ പെട്ടെന്ന് താഴ്ന്നു. വാഹനം മുന്നോട്ട് കുതിച്ച് തൂണിലിടിച്ചു. അതിനാൽ 4 ചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ദയവായി ചെരുപ്പുകൾ ഉപയോഗിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അത് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പലതരം ചെരുപ്പുകൾക്കും വീതി കൂടുതൽ, അല്ലെങ്കിൽ ഷൂവിന് ലേസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലാപ്പ് തുടങ്ങിയവയൊക്കെ കാണും. അതൊക്കെ ചവിട്ടാനുള്ള 3 പെഡലുകളിൽ ഉടക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, തലച്ചോറിൻ്റെ നെർവ്സ് കാലിൻ്റെ പെരുവിരലിൽ അവസാനിക്കുന്നുണ്ട്. അതിനാൽ പെഡലുകളുടെ നിയന്ത്രണത്തിനുള്ള കാര്യക്ഷമതയും വേഗവും കൃത്യതയും സംവേദനശേഷിയും വെറും കാൽപാദം വെച്ച് ഡ്രൈവ് ചെയ്താൽ അങ്ങനെയാണ് കിട്ടുക കൂടുതൽ. അതേസമയം അത് ഷൂ ആണെങ്കിൽ അത് ലഭ്യമാകില്ല. അതേസമയം വേഗത്തിൽ ചവിട്ടാൻ വെറും കാൽപാദം എടുക്കുന്നതിനേക്കാൾ അല്പം സമയം കൂടുതലെങ്കിലും കനം കൂടിയ പലതരം ഷൂസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എടുക്കും. അപ്പോൾ അതും ഒരു ദോഷകാര്യമാണ്. പിന്നെ അടുത്തത്, ഒരാൾ തന്നെ പലതരം ചെരുപ്പുകൾ മാറി മാറി ഡ്രൈവ് ഉപയോഗിക്കുമ്പോൾ അതിന് പരിചയക്കുറവ് വന്നേക്കാം. എന്നാൽ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്നവർ അവർ വിദ്യാർത്ഥികളോട് നിർബന്ധമായിട്ടും ചെരുപ്പ് ഇട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മവിശ്വാസവും ധൈര്യവും ഇല്ലാത്തവരാണ് ചെരുപ്പിടാതെ ഓടിക്കുന്നത് എന്നുള്ള അവരുടെ ഒരു ന്യായവാദമുണ്ട്. പക്ഷേ അതും തെറ്റാണ്. എന്നാൽ സ്ഥിരമായി ജോലിക്കും മറ്റും ഷൂ ഉപയോഗിക്കുന്നവർ സോക്സ് കാലിലിട്ടുകൊണ്ട് തന്നെ ഓടിക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യം മറന്നു പോകരുത്.